ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എഗ് സമോസ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എഗ് സമോസ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയും വെള്ളമൊഴിച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടണം. ഇത് നാടൻ മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത്. മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു ചോപ്പറിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. കൂടെ ഒരു ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയാണ്. 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഒരു പച്ചമുളക് ചേർത്തു. ഒരു 2 കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ടോ അല്ലാതെയോ അരിഞ്ഞെടുത്താൽ മതി. കൂടാതെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു ഓയിലും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് മൂടി വെക്കാം. ഒരു 2 സെക്കൻഡ് സമയം കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മീറ്റ് മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്തത്. അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടികളും കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തോടെല്ലാം കളഞ്ഞെടുത്തതാണ്. ഇനി ഇതിനെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിൽ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഈ സമോസ ഷീറ്റ് മടക്കിയെടുത്ത് ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. എല്ലാ സമോസ ഷീറ്റുകളും ഇതുപോലെ നിറച്ച ശേഷം ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. എല്ലാ സമോസ ഷീറ്റുകളും ഇതുപോലെ തന്നെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കി, വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു എണ്ണയും ഉപയോഗിക്കാം. എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സമോസ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും. നമ്മളിവിടെ എല്ലാ സമോസയും ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ മുട്ട ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.